ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മുടെ എക്സാമൊക്കെ ആവുന്ന സമയത്ത് നമ്മളെന്താണ് ഒരു ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഒരു ഫുൾ A+ അല്ലേ എന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് മിസ്സിന് അറിയാം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട് പഠിക്കുന്നതെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് നിങ്ങൾക്ക് വെച്ചിട്ടുള്ളത്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാതെ പോകരുത്, അല്ലെങ്കിൽ മിസ് ഔട്ട് ആയി പോകരുത്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് BT സ്റ്റാൻഡ്സ് ഫോർ? BT എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബാക്ടീരിയയുടെ പേരാണ് അല്ലേ, ബാസിലസ് തുറിഞ്ചിയൻസിസ്. ബാസിലസ് തുറിഞ്ചിയൻസിസ്, ബാസിലസ് തുറിഞ്ചിയൻസിസ്. ദെൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് എലൈസ. അപ്പോൾ നമ്മുടെ ബാക്ടീരിയയുടെ പേര് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാൻഡ് റിട്ടൺ ആയതുകൊണ്ട് സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യുന്നു. എക്സ്പാൻഡ് എലൈസ ആൻഡ് റൈറ്റ് ഡൗൺ ദ പ്രിൻസിപ്പിൾ ഇൻവോൾവ് ഇൻ ഇറ്റ്. അപ്പോൾ എലൈസ എന്ന് പറയുമ്പോൾ എന്താണ്? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് എസ്സേ. ഇമ്മ്യൂണോസോർബൻ്റ് എസ്സേ അല്ലേ? ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻറ്ററാക്ഷൻ ആണ്. അപ്പം എലൈസ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പിൾ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻറ്ററാക്ഷൻ. ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻറ്ററാക്ഷൻ. ആൻറ്റിജനും ആൻറ്റിബോഡിയും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാട്ട് ഈസ് RNA ഇൻ്റർഫിയറൻസ്? RNA ഇൻ്റർഫിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു RNA സൈലൻസിങ് മെക്കാനിസം ആണ്, അല്ലെങ്കിൽ ഒരു ജീൻ സൈലൻസിങ് മെക്കാനിസം ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ ജീൻ സൈലൻസിങ് മെക്കാനിസം. ഒരു ജീനിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ എക്സ്പ്രഷൻ തടയാണ്. സോ ജീൻ സൈലൻസിങ് മെക്കാനിസം. നമ്മൾ യൂക്യാരിയോട്സിലൊക്കെ നാച്ചുറലി കാണുന്ന ഒരു മെക്കാനിസമാണ്. നെയിം ദ വെക്ടർ യൂസ് ടു ഇൻട്രൊഡ്യൂസ് ദ നെമറ്റോഡ് സ്പെസിഫിക് ജീൻ ഇൻ ടു ദ പ്ലാന്റ്. നമ്മൾ ആരെയാണ് ഉപയോഗിച്ചത്? നമ്മുടെ എഗ്രോബാക്ടീരിയം വെക്ടറിനെയാണ് ഉപയോഗിച്ചത്. എഗ്രോബാക്ടീരിയം വെക്ടർ. അല്ലെങ്കിൽ നമ്മൾ അതിന് എന്താ പറയുക? TI പ്ലാസ്മിഡ് എന്നാണ് പറയുക. TI പ്ലാസ്മിഡ് മോഡിഫൈഡ് പ്ലാന്റ് വെക്ടറാണ്. ഓക്കെ, പ്ലാന്റ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഡിസാംഡ് പാത്തോജനെ വെക്ടറായിട്ട് ഉപയോഗിച്ചതാണ്. ദെൻ നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്ട്രക്ചറൽ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോ ഇൻസുലിൻ ആൻഡ് മെച്യൂർ ഫങ്ഷണൽ ഇൻസുലിൻ? അപ്പോൾ നമ്മുടെ ഒരു പ്രോ ഇൻസുലിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ബോഡിയിൽ എന്താണ്? ഇൻസുലിൻ ഉണ്ടാകുന്നത് പ്രോ ഇൻസുലിൻ ആയിട്ടാണ്, അതായത് ഇനാക്റ്റീവ് ഇൻസുലിൻ ആയിട്ടാണ്. ഇനാക്റ്റീവ് ഇൻസുലിൻ എന്താണ്? ഇങ്ങനെ ഒരു A ആൻഡ് B ചെയിൻ ഉണ്ട്. ഈ A ചെയിനും B ചെയിനും ഡൈസൾഫൈഡ് ബോണ്ട് വഴി ലിങ്ക്ഡ് ആണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്തുണ്ടാകും? ഒരു C പോളിപെപ്റ്റൈഡ് ഉണ്ടാകും. ഒരു C പോളിപെപ്റ്റൈഡ്, C ചെയിൻ. ഇതാണ് നമ്മുടെ ശരിക്കും ഒരു ഇൻസുലിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമുക്കിത് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ ഇൻസുലിൻ ഉണ്ടാകുക. അപ്പോൾ നമുക്കിവിടെ A ചെയിൻ, ഇത് നമ്മുടെ B ചെയിൻ ആൻഡ് ഇത് നമ്മുടെ C ചെയിൻ. ഓക്കെ, പക്ഷേ ഒരു മെച്യൂർ ഇൻസുലിനിലേക്ക് നമുക്ക് വരുമ്പോൾ എന്താണ്? C ചെയിൻ നമ്മുടെ ബോഡി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? റിമൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു മെച്യൂർ ഇൻസുലിനിൽ നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? A ചെയിനും B ചെയിനും മാത്രമേ ഉണ്ടാവുള്ളൂ, വിച്ച് ഇസ് ലിങ്ക്ഡ് ബൈ ഡൈസൾഫൈഡ് ബോണ്ട്. C ചെയിൻ എന്തായിരിക്കും? റിമൂവ്ഡ് ആയിരിക്കും. C ചെയിൻ റിമൂവ്ഡ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 3 ചെയിൻ ഉണ്ടാകും. A ചെയിൻ, B ചെയിൻ അല്ലേ, A, C ചെയിൻ ആൻഡ് B ചെയിൻ. ഇങ്ങനെയാണ് നമ്മുടെ പ്രോ ഇൻസുലിൻ ഉണ്ടാവുക. മെച്യൂർ ഇൻസുലിനിൽ A ആൻഡ് B ചെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. C ചെയിൻ റിമൂവ്ഡ് ആണ്. C ചെയിൻ റിമൂവ്ഡ്. അതാണ് ഇവരുടെ സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന ഡിഫറൻസ്. ദെൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് GIAC ആൻഡ് മെൻഷൻ ഇറ്റ്സ് ഫംഗ്ഷൻ. ഇത് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ചാപ്റ്ററിൽ നിന്ന് വന്നതാണ്. GIACൻ്റെ എക്സ്പാൻഷൻ എന്താണ്? ജെനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. ജെനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഫംഗ്ഷനാണ്. GIACൻ്റെ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതുക? GIACൻ്റെ ഫംഗ്ഷൻ മേക്ക് ഡെസിഷൻ റിഗാർഡിങ്. എന്തിനെക്കുറിച്ചുള്ള ഡിസിഷൻസ് ആണ്? മേക്ക് ഡിസിഷൻസ് റിഗാർഡിങ് ഒന്ന് വാലിഡിറ്റി ഓഫ് GM റിസർച്ച്, പിന്നെ അപ്രൂവൽ ഫോർ റിലീസിങ് GM പ്രോഡക്റ്റ് ഇൻ ടു പബ്ലിക്.
ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, പബ്ലിക്കിലേക്ക് റിലീസ് ചെയ്യണം എന്നുള്ളതിൻ്റെ അപ്രൂവൽ കൊടുക്കുക, അത് വേണോ വേണ്ടയോ എന്നുള്ള ഡെസിഷൻ എടുക്കുക, അതൊക്കെ നമ്മുടെ ജിയാക്കിൻ്റെ ഫങ്ഷൻസ് ആണ്. ഇനി ഡിഫൈൻ ട്രാൻസ്ജെനിക് ആനിമൽസ് ആൻഡ് റൈറ്റ് എനി 2 യൂസസ് ഓഫ് ട്രാൻസ്ജെനിക് ആനിമൽ. ഈ ട്രാൻസ്ജെനിക് ആനിമൽസിൻ്റെ 2 അതിലധികമോ യൂസസ് ചോദിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ എന്താണ്? ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ these are animals that have had their DNA അല്ലെങ്കിൽ അവരുടെ ജീൻ മാനിപ്പുലേറ്റഡ് എന്തിനു വേണ്ടിയിട്ട്? ടു എക്സ്പ്രസ് an extra gene. Okay, so transgenic animals are those animals whose genetic material is animals that have had their DNA manipulated. Males that have had their DNA manipulated to possess and express. അത് അവർക്ക് ഉണ്ടാവുകയും വേണം, എക്സ്പ്രസ് ചെയ്യുകയും വേണം. എക്സ്പ്രസ് an additional gene. ഒരു അഡീഷണൽ ജീൻ അവർക്ക് ഉണ്ടായാൽ മാത്രം പോരാ, അതെന്താ അവർ ചെയ്യണം? അത് അവർ എക്സ്പ്രസ് ചെയ്യുകയും കൂടെ ചെയ്യണം. ഓക്കെ, ഇനി ഇതിൻ്റെ 2 യൂസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമുക്ക് ബയോളജിക്കൽ പ്രോഡക്ട്സ് പറയാം. ടു ഒബ്റ്റെയിൻ ബയോളജിക്കൽ പ്രോഡക്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിംഗ്. പിന്നെ നമുക്ക് എന്ത് പറയാം? കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്. പിന്നെ സ്റ്റഡി ഓഫ് ഡിസീസസ്, അതേപോലെ തന്നെ ടു സ്റ്റഡി ഒരു ജീൻ്റെ ഫംഗ്ഷനും ഡെവലപ്മെൻറ്റും ഒക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. അത് 5 എണ്ണം ഉണ്ട്. അപ്പം 2 ചോദിച്ചിട്ടുള്ളൂ, മിസ് 3 എഴുതിയിട്ടുണ്ട് കേട്ടോ. ദെൻ നമ്മുടെ ഈ ഒരു ആൾക്കാരെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പം നോക്കിയ മക്കളെ, ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ ഒരു ബയോളജിക്കൽ പ്രൊഡക്റ്റാണ് അല്ലേ. നമ്മുടെ ഹ്യൂമൻ മിൽക്ക് പ്രോട്ടീനുള്ള നമ്മളുടെ ആ ഒരു റോസി കൗവിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ മിൽക്കാണ് അല്ലേ. റോസീൻ്റെ അത് നമ്മൾ എന്ത് ചെയ്തു? ഹ്യൂമൻ മിൽക്ക് പ്രോട്ടീൻ്റെ ആ ജീൻ ഇൻസേർട്ട് ചെയ്ത് അങ്ങനെ റോസീൻ്റെ മിൽക്ക് എന്തായി? നമ്മുടെ ഹ്യൂമൻ മിൽക്ക് പ്രോട്ടീനിലുള്ള ആ ന്യൂട്രിയൻസ് ഉള്ള മിൽക്കായി. ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ, എലൈസയുടെ പ്രിൻസിപ്പിൾ. ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ നമ്മുടെ എലിലില്ലി. ആൻഡ് ക്രൈ 1AB നമ്മുടെ കോൺ ബോററാണ് അല്ലേ. ക്രൈ 1AC-യും ക്രൈ 2AB ആണെങ്കിൽ നമുക്ക് പറയാം അത് ബോൾവോംസ് ആണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ പാലൻഡ്രോമിക് DNA ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആൻഡ് റൈറ്റ് 1 എക്സാമ്പിൾ. അപ്പോൾ പാലൻഡ്രോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു DNA സീക്വൻസ് ഓഫ് 6 ന്യൂക്ലിയോടൈഡ് ആണ്. പാലൻഡ്രോമിക് സീക്വൻസസ് ആർ sequence of 6 base pairs, 6 nucleotide sequence which read same on both the strands when reading frame kept the same. reading frame നമ്മൾ മാറ്റാതെ വെച്ച് കഴിഞ്ഞാൽ kept same. റീഡിംഗ് ഫ്രെയിം നമ്മൾ മാറ്റാതെ വെച്ച് കഴിഞ്ഞാൽ 2 സ്ട്രാൻഡിലും നമുക്ക് എന്ത് ചെയ്യാം? സെയിം ആയിട്ട് വായിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ GAATTC അല്ലേ, GAATTC ഇങ്ങോട്ടേക്കും നമ്മുടെ റീഡിംഗ് ഫ്രെയിം 5' to 3' ആണ് വായിക്കുന്നതെങ്കിൽ ഇതിന് ഇങ്ങോട്ടേക്കും 5' to 3' വായിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് സെയിം ആയിട്ട് വായിക്കാം. ഇത് ആരുടെയാണ്? ഈക്കോ R1ൻ്റെ റെക്കഗ്നീഷൻ സീക്വൻസ് ആണ്, പാലൻഡ്രോമിക് സീക്വൻസ് ആണ്. ഓരോ എൻസൈമിനും ഓരോ സീക്വൻസ് ആണ് ഉണ്ടാവുക. ദെൻ റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ ആംപ്ലിഫിക്കേഷന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ PCR. എക്സ്പാൻഡ് PCR എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. വാട്ട് ആർ ദ മെയിൻ സ്റ്റെപ്സ്? നമ്മുടെ ഈ ഒരു PCRലുള്ള മെയിൻ സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ഡീനാച്ചുറേഷൻ ഉണ്ട്, അനീലിംഗ് ഉണ്ട്, എക്സ്റ്റൻഷൻ ഉണ്ട്. ഡീനാച്ചുറേഷൻ, അനീലിംഗ്, then extension. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ DNA polymerase enzyme used in PCR. ഇവിടുത്തെ ഒരു എൻസൈമിന് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ. അത് ഹീറ്റ് ടോളറൻ്റ് ആയിട്ടുള്ള ഒരു എൻസൈമാണ്. ദാറ്റ് ഇസ് ടാക് പോളിമറേസ്.
ടാഗ് പോളിമറേസ്. എൻ്റെ മക്കൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കമൻറ്റ് ചെയ്യണം. ഈ ഒരു ടാഗ് പോളിമറേസ് ഏത് ബാക്ടീരിയയിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തത്? ആ ഒരു ബാക്ടീരിയയുടെ പേര് ഏതാണ്, ആ ഒരു ബാക്ടീരിയ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി തന്നിട്ടുണ്ട്. നമ്മളോട് അത് കറക്റ്റ് ഓർഡർ ആക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമ്മൾ DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം അല്ലേ? സോ ഐസൊലേഷൻ ഓഫ് DNA. DNA ഐസൊലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ ചെയ്യുന്നു. ഫ്രാഗ്മെൻറ്റേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? റീകോമ്പിനൻറ്റ് DNA ഹോസ്റ്റിലേക്ക് ഇടുന്നതിന് പകരം നമ്മൾ ഡിസയേർഡ് ഫ്രാഗ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജെൽ ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കുന്നു. അതിനുശേഷം നമ്മൾക്ക് ഹോസ്റ്റിൽ ഇടുകയാണോ അല്ലേ? വെക്ടറിലേക്ക് ഇടണം. വെക്ടറിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഹോസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ലാർജ് എമൗണ്ടിൽ കൾച്ചർ ചെയ്യുന്നു. ഓക്കെ, ലാർജ് എമൗണ്ടിൽ നമ്മൾ കൾച്ചർ ചെയ്യുന്നു. യെസ്, ആറെണ്ണായില്ലേ? ഡൺ. ഇനി ഹൗ ക്യാൻ വി മേക്ക് എ ഹോസ്റ്റ് സെൽ കോമ്പീറ്റൻറ്റ്? നമുക്ക് കോമ്പീറ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് എന്താണ്? ഒന്ന് ട്രീറ്റിംഗ് വിത്ത് എ ഡൈവാലൻ്റ് കാറ്റയോൺ പ്ലസ് ഹീറ്റ് ഷോക്ക് ട്രീറ്റ്മെൻറ്റ്. പിന്നെ നിങ്ങൾ മാർക്സ് അനുസരിച്ചായിരുന്നു എഴുതുന്നത്. ഇതിപ്പോൾ ഒരു 2 മാർക്സ് ആയതുകൊണ്ട് ജസ്റ്റ് എന്തൊക്കെയാണ് അതെന്ന് എഴുതിയാൽ മതിയാകും. ദെൻ നമുക്ക് മൈക്രോ ഇഞ്ചക്ഷൻ ഉണ്ട്. ദെൻ നമുക്ക് എന്താണ്? ബയോളിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗൺ മെത്തേഡ്. ഓക്കെ, ദെൻ നാലാമതായിട്ട് നമുക്ക് ഡിസാംഡ് പാത്തജൻസ്, യൂസിങ് ഡിസാംഡ് പാത്തജൻ. ഓക്കെ, അപ്പോൾ ഓരോന്നിനും ഹാഫ് ഈച്ചാണ് നമുക്ക് 2 മാർക്സ് വരുന്നത് കേട്ടോ. ദെൻ ഇത് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളുടെ ഡിഫൈൻ പോളിനേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ട്രാൻസ്ഫർ ഓഫ് പോളൺ ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ. ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്കുള്ള നമ്മുടെ പോളൻ ഗ്രെയിൻസിൻ്റെ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിനേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മളോട് പോളിനേറ്റിംഗ് ഏജൻസിന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷൻസ് 2 വീതമാണ് പറഞ്ഞത്. അപ്പം മിസ് ഇവിടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് മിസ് കറക്റ്റ് 2 എണ്ണം എഴുതുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് അതിലും കൂടുതൽ അറിയാമെന്ന് മിസ്സിന് അറിയാം, അതെന്തായാലും എഴുതണം കേട്ടോ. അപ്പോൾ വിൻഡിനാണെങ്കിൽ 2 എണ്ണം മിസ് എഴുതുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം, ഡ്രൈ. പിന്നെ എന്തായിരിക്കും? ലൈറ്റ് വെയ്റ്റ് ആണ്, ഡ്രൈ ആണ്. പിന്നെ നമ്മളുടെ പറയാം ഫെതറി സ്റ്റിഗ്മ ആയിരിക്കണം, എക്സ്പോസ്ഡ് സ്റ്റേമൻ ആയിരിക്കണം, ന്യൂമറസ് നമ്മളുടെ പോളൻ ഉണ്ടാക്കും, സിംഗിൾ ഒബ്യൂളാണ് ഉണ്ടാവുക, സ്മോൾ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇൻഫ്ലോറസെൻസ് ഫോം ചെയ്യും. ഓക്കെ, ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ എഴുതാം. ദെൻ വാട്ടറിനാണെങ്കിൽ എന്താണ്? ലോങ് റിബൺ ഷേപ്ഡ് പോളൻ, mucilaginous coating to prevent wetting. വെറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മ്യൂസിലേജിനസ് കോട്ടിംഗ് ഉണ്ട്. ആൻഡ് ഇൻസെക്ട്സിനെ പറയാനാണെങ്കിൽ നമുക്ക് അട്രാക്ഷൻ ആണല്ലേ. അപ്പോൾ എങ്ങനത്തെ പോളൺ ആയിരിക്കും? സ്പൈനി സ്റ്റിക്കി, വേഗം അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പൈനി സ്റ്റിക്കി പോളൺ. പിന്നെ ലാർജ് കളർഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. റിവാർഡ് കൊടുക്കും നെക്ടറും പോളണും, അതേപോലെ തന്നെ എഗ് ലേയിങ് സ്പേസും ഒക്കെ. ഇവിടെ നമുക്ക് എന്താ പറയാൻ പറ്റാം? ഇത് പറയണം, ലാർജ് കളർഫുൾ പറയാം അല്ലേ? ലാർജ് കളർഫുൾ ഫ്രാഗ്രൻറ്റ് റിച്ച് ഫ്ലവേഴ്സ്. തൽക്കാലം മിസ് എല്ലാറ്റിൻ്റെയും 2 എണ്ണം മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. മാർക്സ് അനുസരിച്ച് എഴുതണേ. ദെൻ ചൂസ് ദ കറക്റ്റ് ആൻസർ. ഇന്നർമോസ്റ്റ് വോൾ ലെയർ നമുക്കൊന്നും ഡൗട്ട് ഇല്ല, ദാറ്റ് ഇസ് ടപ്പീറ്റം. ബാക്കി 3 എണ്ണം എന്താണ്? നമ്മുടെ ഔട്ടർമോസ്റ്റ് ലെയർ ആണ്. നമ്മൾ ഈ സ്ക്വയർ MT, എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയേഴ്സ് ആൻഡ് ടപ്പീറ്റം. ദെൻ ഗിവൺ ബിലോ ഇസ് ദ ഡയഗ്രാം ഓഫ് എ മെച്യൂർ എംബ്രിയോ സാക്ക്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. നമ്മളോട് പറഞ്ഞത് ABCD ലേബൽ ചെയ്യാനാണ്. A നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 2 ആൾക്കാർ, 2 തോഴിമാരെയാണ് തന്നിരിക്കുന്നത്. നമ്മുടെ സൈനാജിറ്റ്സ് ആണ്, സൈനാജിറ്റ്സ്. ദെൻ B നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പോളാർ ന്യൂക്ലിയൈ ആണ്, പോളാർ ന്യൂക്ലിയൈ സെൻറ്ററിലുള്ള ആൾക്കാരാണ്. ദെൻ C നമ്മളോട് ഓപ്പോസിറ്റ്, സൈനാജിറ്റ്സിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ആൻറ്റിപോഡൽസ് ആണ്. ദെൻ D നമുക്ക് ഫിലിഫോം അപ്പാരറ്റസ്, സൈനാജിറ്റ്സിൻ്റെ ബേസിലുള്ള ആ ഒരു തിക്കനിങ് ആണ് തന്നിരിക്കുന്നത്, ദാറ്റ് ഈസ് ഫിലിഫോം അപ്പാരറ്റസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ആൻജിയോസ്പേംസ് there are
2 ഫ്യൂഷൻ ഈവൻറ്റ്സ്. ഇതൊക്കെയാ 2 ഫ്യൂഷൻ ഈവൻറ്റ്സ് ഉണ്ട്, സിൻഗാമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് സിൻഗാമി എന്താണ്, ട്രിപ്പിൾ ഫ്യൂഷൻ എന്താണെന്ന് പറയാം. സിൻഗാമി എന്ന് പറയുമ്പോൾ 2 ഗ്യാമേറ്റ്, എഗ്ഗിൻ്റെയും മെയിൽ ഗ്യാമറ്റിൻ്റെയും ഫ്യൂഷൻ. ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ പോളാർ ന്യൂക്ലിയർ മെയിൽ ഗ്യാമറ്റിൻ്റെ ഫ്യൂഷൻ. സൈഗോട്ടിൻ്റെ പ്ലോയിഡി 2n, പെന്നിൻ്റെ പ്ലോയിഡി 3n. Okay, then the next question, write any 4 devices to discourage self-pollination and to encourage cross-pollination. Outbreeding devices ആണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഒന്ന് നമുക്ക് പറയാം സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിവെൻറ്റ് പോളൻ ട്യൂബ് ഫോർമേഷൻ. പ്രിവെൻറ്റ് പോളൻ ട്യൂബ് ഫോർമേഷൻ if it is self pollen. സ്വന്തം തന്നെ പോളൻ ആണെങ്കിൽ പോളൻ ട്യൂബിൻ്റെ ജെർമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ എന്താണ്, നമുക്ക് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, ഡയേഷ്യസ് പ്ലാന്റ്സ്, പിന്നെയോ നമ്മുടെ പോളൻ മെച്യൂരിറ്റിയും അതേപോലെ തന്നെ സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റിയും 2 ഡിഫറെൻറ്റ് ടൈംസിലാക്കാം. പോളൻ മെച്യൂരിറ്റി ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി at different times. രണ്ട് നമുക്ക് വേറെ വേറെ സമയത്തിലാക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവർ രണ്ടും വേറെ വേറെ പൊസിഷനിൽ വെക്കാം. ഫീമെയിലിനെ വേറെ പൊസിഷനിൽ വെക്കാം, മെയിലിനെ വേറെ പൊസിഷനിൽ വെക്കാം. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു ഡിഫറൻഷിയേറ്റ് ട്രൂ ഫ്രൂട്ട്സ് ഫ്രം ഫാൾസ് ഫ്രൂട്ട്? അപ്പോൾ ട്രൂ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫ്രൂട്ട്സ് ഡെവലപ്പ് ഓൺലി ഫ്രം ഓവറി. ഫ്രൂട്ട്സ് ഡെവലപ്പ് ഓൺലി ഫ്രം ഓവറി. ഓവറിയിൽ നിന്ന് മാത്രം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട് ആണെങ്കിൽ ട്രൂ ഫ്രൂട്ടാണ്. നമ്മുടെ മാംഗോ ഒക്കെ പറയാം. ഇവിടുത്തെ കേസിലാണെങ്കിലോ ഫ്രൂട്ട് ഫോർമേഷൻ ഇസ് കോൺട്രിബ്യൂട്ടഡ് ബൈ തലാമസ്, കോൺട്രിബ്യൂട്ടഡ് ബൈ അതർ പാർട്സ്. ഇൻക്ലൂഡിങ് തലാമസ്. അപ്പോൾ ആരൊക്കെ നമ്മൾ പറയാം, നമ്മുടെ കള്ളപ്പഴങ്ങളാണ് അല്ലേ ഫാൾസ് ഫ്രൂട്ട്. ഓവറി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല, ബാക്കി എല്ലാവരും കൂടെ ചാടിക്കയറി വന്നു. നമ്മളുടെ ആപ്പിൾ പറയാം, കാഷ്യൂ പറയാം, സ്ട്രോബെറി പറയാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഐഡൻറ്റിഫൈ ദ പാർട്സ് ലേബിൾഡ് A, B, C and D. ഇതൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് മിസ് ഇത് വെക്കാൻ കാരണം. എപ്പോഴും ഈ ഒരു ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിന് വരുന്നതാണ്. അപ്പോൾ എ എന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആംപ്യുലയാണ്, ആംപ്യുല അല്ലേ, കാരണം ഇസ്തുമസും ഇൻഫണ്ടിബുലും തന്നിട്ടുണ്ട്. ദെൻ ബി നോക്കുമ്പോൾ നമ്മുടെ ഓവറിയാണ്. ആൻഡ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിംബ്രിയെ, ആ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. ആൻഡ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ സെർവിക്സ് ആണിത്. അപ്പോൾ ഇത് സെർവിക്സിൻ്റെ കെനാലാണ്, കാരണം വെജൈന താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ സെർവിക്കൽ കെനാലാണ്, cervical canal. Then mention the surgical contraceptive method in male and female. മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും സർജിക്കൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിലിന് നമുക്ക് പറയാം വാസ് ഡിഫറൻസ് കട്ട് ചെയ്ത് കെട്ടിവെക്കുകയാണ്. സോ ദാറ്റ് ഇസ് വാസെക്ടമി. ആൻഡ് മെയിൽസിൻ്റെ നമുക്ക് പറയാം ഫാലോപ്പിയൻ ട്യൂബ് അല്ലേ, സോ ട്യൂബെക്ടമി. റെഡി? Then write the functions of these structures. Leydig cellsൻ്റെ ഫംഗ്ഷൻ എന്താണ്? സ്റ്റിമുലേറ്റ്. ആരെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? ലേഡിക് സെൽസിനെ LH സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അല്ലേ. ലേഡിക് സെൽസ് ആണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? സെക്രീറ്റ് മെയിൽ ആൻഡ്രോജൻ ദാറ്റ് ഇസ് ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലേഡിക് സെൽസിൻ്റെ ഫംഗ്ഷൻ. ദെൻ കോർപ്പസ് ലൂട്ടിയം എന്താണ് ചെയ്യുന്നത്? സെക്രീറ്റ് പ്രൊജസ്റ്റിറോൺ. പ്രൊജസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യുന്നു, പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആൻഡ് മെയിൻറ്റെയിൻ പ്രഗ്നൻസി. റെഡി? ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ മിസ് A, B മാർക്ക് ചെയ്യാം. ഇപ്പോഴും ഇത് വിചാരിക്കും ക്വസ്റ്റ്യനിൽ തന്നെ മാർക്ക് ചെയ്യണം. റെഡി? അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് A എന്നും B എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് പറയാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും B ഹോർമോൺ ത്രൂ ഔട്ട് ദിസ് ഫേസ് ഇല്ല അല്ലേ, അത് അടുത്തതിലാണ് വരുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഓൾറെഡി ഇവരൊരു പ്രൊജക്ഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട്. സോ A എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസ്ട്രോജൻ ആണ്.
രണ്ട് മലയുണ്ട്, അടുത്ത മല അടുത്ത സ്ഥലത്താണെന്നേ ഉള്ളൂ. ആൻഡ് ബി എന്ന് പറഞ്ഞാൽ പ്രൊജസ്റ്റിറോൺ ആണ്, പ്രൊജസ്റ്റിറോൺ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, റീകൺസ്ട്രക്ട് ദ ഗ്രാഫ് ഷോയിങ് ദ ലെവൽ ഓഫ് ഹോർമോൺസ് ഇൻ ലൂട്ടിയൽ ഫീസ്. അപ്പോൾ ഇത് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കാം? ഇതിങ്ങനെ പോയിട്ട് ഇവിടെയും ഒരു പീക്ക് കാണിക്കുന്നുണ്ട്, ഇതിങ്ങനെ പോയിട്ട് ഇവിടെ ഒരൊറ്റ പീക്കാണ് കാണിക്കുന്നത്. ഓക്കെ. സോ ഒറ്റ പീക്കുള്ളത് പ്രൊജസ്റ്റിറോൺ, രണ്ട് പീക്കുള്ളത് ഈസ്ട്രോജൻ. Then name the hormone secreted by corpus luteum and mention its function. Corpus luteum secrete ചെയ്യുന്ന ഹോർമോൺ ആണ് പ്രൊജസ്റ്റിറോൺ. പ്രൊജസ്റ്റിറോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്? മെയിൻറ്റെയിൻ പ്രഗ്നൻസി. മെയിൻറ്റെയിൻ പ്രഗ്നൻസി അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ യൂട്രസിൻ്റെ വാളിനെ കുറച്ചുകൂടി തിക്കാക്കുന്നുണ്ട്. ഓക്കെ. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ 2 types of cell lined by inside of seminiferous tubule and distinguish their function. അപ്പോൾ seminiferous tubule എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് മക്കളെ കാണുന്നത്? നമ്മളുടെ ആ ഒരു ടെസ്റ്റീസിൻ്റെ ഉള്ളിൽ, കമ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഉള്ളിലാണ് 1 to 3 കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ. സെമിനിഫറസ് ട്യൂബ്യൂളിനകത്ത് നമുക്ക് എന്താണ്? നമുക്ക് ജേം സെൽസും ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് സെർട്ടോളി സെൽസും ഉണ്ട്. അതിൽ ജേം സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊഡ്യൂസ് സ്പേംസ്, സ്പെർമാറ്റോജെനസിസ് നടക്കുന്ന ആളാണ്. ഇയാളുടെ ഫംഗ്ഷൻ എന്താണ്? നറിഷ്മെൻറ്റ്, നഴ്സിംഗ് സെൽസ് ആണ്, നറിഷ്മെൻറ്റ്, ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. 2 മാർക്സിന് നമ്മൾ അതൊരു പേരുകൾ എഴുതുന്നു, 1, 2 അവരുടെ ഫങ്ഷൻസ് എഴുതുന്നു, ഹാഫ് ഈച്ച്. ദെൻ നമ്മളുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് ബേബിയുടെ ഡെവലപ്മെൻറ്റും അത് ഓരോ ഏതൊക്കെ മന്ത്സിലാണ് നടക്കുന്നത് എന്നുള്ളത്. നമുക്കറിയാം ഫസ്റ്റ് മന്തിൽ നമുക്ക് ഒറ്റ ഒന്നുള്ളത് ഏതാണ്? നമ്മുടെ ഹാർട്ട്. അപ്പോൾ ഹ്യൂമൻ ഹാർട്ട് ഫോം ചെയ്യും, ഹാർട്ട് സൗണ്ട് ഇസ് നോട്ടിസ്ഡ്. സെക്കൻഡ് മന്തിൽ നമുക്ക് 2 നമ്മുടെ കൈയും കാലും, അപ്പോൾ ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ഫോം ചെയ്യും. 5th മന്തിൽ ബേബിയുടെ അനക്കം, ഫസ്റ്റ് മൂവ്മെൻറ്റ്. 6th മന്തിൽ ഐലിഡ്സും ഐലാഷസും സെപ്പറേറ്റ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ IUD അല്ലെങ്കിൽ ഇൻട്രാ യൂട്ടിറൈൻ ഡിവൈസസ്. അപ്പോൾ നോൺ മെഡിക്കേറ്റഡ് IUD ഉണ്ട്, അതിന് എക്സാമ്പിളാണ് ലിപ്പിസ് ലൂപ്പ്. ഓക്കെ. ദെൻ നമ്മുടെ കോപ്പർ റിലീസിങ് IUDൻ്റെ എക്സാമ്പിളാണ് നമുക്ക് കോപ്പർ 7 ഉണ്ട്, അതേപോലെ കോപ്പർ T എഴുതാം, മൾട്ടിയിലൂടെ 375 എഴുതാം. ദെൻ ഹോർമോൺ റിലീസിങ് നമുക്ക് LNG20, പ്രൊജസ്റ്റാ സെർട്ട്. ഓക്കെ. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മളുടെ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറച്ച് സമയം കൊണ്ട് കവർ ചെയ്യാൻ പറ്റി എന്ന് മിസ് കരുതുന്നു. ഓക്കെ. ആൻഡ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ മറക്കാതിരിക്കുക. ടാഗ് പോളിമറേസ് ഏതൊരു മൈക്രോ ഓർഗാനിസത്തിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തതെന്നുള്ളത്. ഓക്കെ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഈ ക്വസ്റ്റ്യൻസും ഈ ഏരിയാസും ഒരു കാരണവശാലും മിസ് ഔട്ട് ചെയ്യരുത്. യെസ്.